ദിവ്യ സംഗീതം സിംഫണി ഓഫ് മാരാമൺ എന്ന ഈ പ്രോഗ്രാമിൽ കൂടെ മാരാമൺ കൺവെൻഷനിൽ പാടിയതായ ചില ഗാനങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. കാൽവറി ക്രൂശിലെ യേശു കർത്താവിൻ്റെ മരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ വ്യതിയാനം എന്താണ് എന്ന് ഓർപ്പിക്കുന്ന ഒരു ഗാനമാണ് നാം കേൾക്കുവാൻ പോകുന്നത്. എനിക്കായി മരക്കുരിശിൽ ജീവയാഗമായവനെ എന്നാണ് ഈ ഗാനം ആരംഭിക്കുന്നത്. ക്രൂശിലേക്ക് നോക്കുമ്പോൾ യേശു കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി അർപ്പിക്കപ്പെട്ടു. എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി എന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്ന, വീണ്ടും നമ്മെ ഓർപ്പിക്കുന്ന ഒരു ഗാനമാണ് നാം കേൾക്കുവാൻ പോകുന്ന അടുത്ത ഗാനം. എനിക്കായി മരക്കുരിശിൽ ജീവയാഗമായവനെ. ശ്രീ നൈനാൻ പുന്നവേലി രചിച്ചതായ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം.
വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയും ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. പ്രാർത്ഥനയിൽ കൂടിയാണ് ഒരു വിശ്വാസി ദൈവത്തോട് സംസാരിക്കുന്നത്. തൻ്റെ വേദന, തൻ്റെ ഭാരം എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതിനുള്ള ഉപാധിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയില്ലാതെ ഒരിക്കലും വിശ്വാസ ജീവിതം സജീവമാകില്ല. പ്രാർത്ഥിപ്പാൻ കൃപയേകണേ, യാചിപ്പാൻ കനിവേകണേ എന്നുള്ള ഗാനമാണ് നാം ഇനി കേൾക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ, വലിയ ഭാരത്തിൻ്റെ അനുഭവങ്ങളിൽ, പ്രയാസത്തിൻ്റെ അനുഭവങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടെ ഈ ഭാരമെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ഇതാണ് ഈ പാട്ടിൽ പറയുന്നതായിട്ടുള്ള ആശയം. ശ്രീ സുബിൻ ജോൺ രചിച്ച് പുനലൂർ ശ്യാംനാഥ് ഈണം നൽകിയതായ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. പ്രാർത്ഥിപ്പാൻ കൃപയേകണേ.
വരമരുളണി കൃപ ചൊരിയണി പ്രിയനേ യേശുനാഥ. വരമരുളണി കൃപ ചൊരിയണി പ്രിയനേ യേശുനാഥ. പ്രാർത്ഥിപ്പാൻ കൃപയേകണേ. വരമരുളണി കൃപ ചൊരിയണി പ്രിയനേ യേശുനാഥ. പ്രാർത്ഥിപ്പാൻ കൃപയേകണേ. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണം എന്ന് നാം എപ്പോഴും ആഗ്രഹിക്കുന്നു. മറ്റൊരാൾ നമ്മെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ അത് വ്യക്തിപരമായ അടുപ്പത്തെ കാണിക്കുന്നതാണ്. എല്ലാവരും നമ്മെ അറിയണം, മറ്റുള്ളവർ എൻ്റെ പേരറിഞ്ഞിരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അടുത്തതായി നാം കേൾക്കാൻ പോകുന്ന ഗാനത്തിലെ ആശയം ഇതാണ്: ഞാൻ നിന്നെ അറിയാതെ പോയിട്ടും നീ ഓമനപ്പേർ ചൊല്ലി എന്നെ വിളിച്ചു എന്നാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. അതായത് ദൈവത്തെ മറന്ന് ഞാൻ ജീവിച്ചു എങ്കിലും ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചു, എൻ്റെ സങ്കടവും എൻ്റെ വേദനയും എല്ലാം കേട്ടു. ഈ ഗാനം പിന്നീട് പറയുകയാണ്, പ്രിയരെന്ന് തോന്നിയ അഥവാ എന്നെ സ്നേഹിക്കുന്നവർ എന്ന് തോന്നിയ എല്ലാവരും എന്നെ കൈവിട്ടപ്പോഴും നീ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ സങ്കടം കേട്ടു, എൻ്റെ വേദന അവിടുന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ദൈവമേ, ഞാൻ നിന്നെ അറിയാതെ പോയിട്ടും നീ എൻ്റെ അടുക്കിലേക്ക് വന്നു എന്ന് ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് ഈ ഗാനത്തിൽ കൂടെ നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. ശ്രീ നയനാൻ പുന്നവേലി രചിച്ച് ഈണം നൽകിയതായ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. പോയപ്പോഴും നീ മാത്രമെന്റെ അരികിൽ
സങ്കടം കേട്ടു ദിവ്യ സാന്ത്വനം നൽകി തിരുമാർവോടു ചേർത്തണച്ചു. എന്റെ സങ്കടം കേട്ടു ദിവ്യ സാന്ത്വനം നൽകി തിരുമാർവോടു ചേർത്തണച്ചു. ഞാൻ നിന്നെ അറിയാതെ പോയിട്ടും നീ ഓമനപ്പേർ ചൊല്ലി എന്നെ വിളിച്ചു. പ്രിയരെന്നെ കൈവെടിഞ്ഞു പോയപ്പോഴും നീ മാത്രമെന്റെ അരികിൽ വന്നു. നിത്യമാം സ്നേഹത്തിൻ കടലിലെന്നും എന്നെ നടത്തുന്ന പ്രിയതാതൻ. നിത്യമാം സ്നേഹത്തിൻ കടലിലെന്നും എന്നെ നടത്തുന്ന പ്രിയതാതൻ. സ്വർഗീയ മോദത്തിൻ പുതുഗാനവൻ നാവിൽ പകർന്നെന്റെ സ്നേഹതാതൻ. സ്വർഗീയ മോദത്തിൻ പുതുഗാനവൻ നാവിൽ പകർന്നെന്റെ സ്നേഹതാതൻ. എന്റെ സങ്കടം കേട്ടു ദിവ്യ സാന്ത്വനം നൽകി തിരുമാർവോടു ചേർത്തണച്ചു. എന്റെ സങ്കടം കേട്ടു ദിവ്യ സാന്ത്വനം നൽകി തിരുമാർവോടു ചേർത്തണച്ചു. ഞാൻ നിന്നെ അറിയാതെ പോയിട്ടും നീ ഓമനപ്പേർ ചൊല്ലി എന്നെ വിളിച്ചു. പ്രിയരെന്നെ കൈവെടിഞ്ഞു പോയപ്പോഴും നീ മാത്രമെന്റെ അരികിൽ വന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിതാവായ ദൈവത്തെയാണ് നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നാം കേൾക്കാൻ പോകുന്ന ഗാനം ആരംഭിക്കുന്നത് എൻ്റെ ദൈവം സർവശക്തനല്ലോ സർവജ്ഞാനിയല്ലോ എന്നാണ്. ഈ പാട്ടിൻ്റെ ചരണങ്ങളിൽ പറയുന്നു, വാനവും താരാപഥങ്ങളും എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. പിന്നീട് പറയുന്നു, അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും എല്ലാം നൽകുന്നത് ഈ ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ ദൈവം അറിയാതെ ഈ ലോകത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം എന്നെയും സൃഷ്ടിച്ചു, ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഗാനമാണ് നാം ഇനിയും കേൾക്കുവാനായിട്ട് പോകുന്നത്. എൻ്റെ ദൈവം സർവശക്തനല്ലോ. ശ്രീ തോമസ് അലക്സാണ്ടർ രചിച്ച് പ്രൊഫസർ ഷിജോ ഫിലിപ്പ് ഈണം നൽകിയതായ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. സർവശക്തനല്ലോ സർവജ്ഞാനിയല്ലോ സർവവ്യാപിയല്ലോ. എന്റെ ദൈവം സർവശക്തനല്ലോ സർവജ്ഞാനിയല്ലോ സർവവ്യാപിയല്ലോ.
ആത്മസ്നേഹിതനും ശൈലവും കോട്ടയും പരിചയം ബലവും സങ്കേതവും ആത്മസ്നേഹിതനും